മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം 2024 സ്വാഗതം. ഉണരു മനസ്സേ സാദരം കനലെറിഞ്ഞൊരു രാവൊടുങ്ങി കനിവു പോലിതാ പുതുദിനം. മലയാളത്തിൻ്റെ സാഹിത്യ നായകൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ 97ാമത് ജന്മവാർഷിക ദിനത്തിൽ തിരുവനന്തപുരം ഭാരത് ഭവനിലാണ് ഈ ഒത്തുചേരൽ. മലയാറ്റൂർ ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീ PR ശ്രീകുമാർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. 2021 ജൂലൈയിലാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ ഒരു പൊതുകാര്യ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. മലയാറ്റൂർ സാറിൻ്റെ ആത്മമിത്രവും അയൽക്കാരനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനുമായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സായാഹ്നത്തിലെ അധ്യക്ഷൻ. ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. മലയാറ്റൂർ സാറുമായിട്ട് അദ്ദേഹം അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. ഞങ്ങളുടെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് 2021 സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ 29 ഉദ്ഘാടനം ചെയ്തതും അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. ഇന്ന് ഞങ്ങളുടെ മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ഇവിടെ എത്തിയ അടൂർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യ നായകനായിരുന്നു OV വിജയൻ സാർ. അദ്ദേഹത്തിൻ്റെ സഹോദരിയും സാഹിത്യകാരിയും ആയ OV ഉഷ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ സാഹിത്യ അവാർഡിൻ്റെ ജൂറി ചെയർപേഴ്സൺ കൂടിയായിരുന്നു മാഡം. നിരവധി കവിതാ സമാഹാരങ്ങളും കഥകളും നോവലുമൊക്കെ എഴുതിയിട്ടുള്ള ചേച്ചി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിൻ്റെ ജൂറി അംഗമായ ഡോക്ടർ സത്യൻ, അദ്ദേഹം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. മികച്ച ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ പേരെടുത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല അധ്യാപകരുടെ സംഘടനാ നേതൃത്വ നിലയിൽ അദ്ദേഹം എന്നും സജീവമായിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഇത്തവണ നമ്മൾ മലയാറ്റൂർ സാറിൻ്റെ യക്ഷി എന്ന നോവലിനെ ആധാരമാക്കിയാണ് ലേഖന മത്സരം നടത്തിയത്. അതിൽ ഞങ്ങളൊരു നോവൽ മാത്രമല്ല ചലച്ചിത്രത്തിൻ്റെ ചലച്ചിത്ര ഭാഷയും കൂടി ചേർത്ത് വിട്ട് യക്ഷി നോവലും സിനിമയും എന്ന വിഷയത്തിലാണ് ചെയ്തത്. അതിൻ്റെ ജൂറി ചെയർമാനായി പ്രവർത്തിച്ചത് ശ്രീ C റഹീം, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അംഗം കൂടിയാണ്, പ്രശസ്തനായ സാഹിത്യകാരനാണ്. 20ലധികം നോവലുകൾ ഇതിനകം രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ C റഹീമിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം ശ്രീ MV ജനാർദ്ദനാണ്. ഈ വർഷത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് അദ്ദേഹത്തിൻ്റെ പെരുമലയൻ എന്ന നോവലിനാണ് ലഭിച്ചത്. നമുക്ക് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അനുസരിച്ചിട്ട് നോവലിസ്റ്റുകളിൽ നിന്നും പിന്നെ പബ്ലിഷേഴ്സിൽ നിന്നും അതുമാത്രമല്ല അഭ്യുദയകാംക്ഷികളിൽ നിന്നും നമുക്ക് 74 നോവലുകളാണ് ലഭിച്ചത്. അതിൽ നിന്നും ആണ് പെരുമലയൻ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യ പതിപ്പായിട്ട് പ്രസിദ്ധപ്പെടുത്തിയ നോവലുകളാണ്. അദ്ദേഹത്തെ ശ്രീ MV ജനാർദ്ദൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു.
ഞങ്ങളുടെ സാഹിത്യ മത്സരത്തിലെ വിജയികൾ 5 പേരാണ്. മുൻ വർഷങ്ങളിൽ മലയാറ്റൂരിൻ്റെ കൃതികൾ യുവജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ ലേഖന മത്സരം യുവജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ മലയാറ്റൂർ സാറിനെ ഇഷ്ടപ്പെടുന്ന നിരവധി വ്യക്തികൾ, നല്ല പ്രായം കൂടിയവരും ഒക്കെ കഴിഞ്ഞ 2 പ്രാവശ്യവും ഞങ്ങളെ സ്നേഹപൂർവ്വം ശാസിക്കുകയുണ്ടായി. ഞങ്ങളെ ഒഴിവാക്കുന്നത് ശരിയല്ല. മലയാറ്റൂർ സാറിനെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്കും അവസരം തരണം. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ലേഖന മത്സരം എന്നായത് മാറ്റിയിട്ട് പൊതുവെ പൊതുജനങ്ങൾക്കായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന, അങ്ങനെ നമ്മളൊരു പ്രായപരിധി ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 18 വയസ്സിനും 72 വയസ്സിനും ഇടയിലുള്ള നിരവധി ലേഖനങ്ങളാണ് ലഭിച്ചത്. അതിൽ കൂടുതൽ നല്ല ലേഖനങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ സാധാരണ 1, 2, 3 സമ്മാനങ്ങളാണ് പ്രഖ്യാപിക്കാറുള്ളത്. ഇത്തവണ ഞങ്ങൾ 5 സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിൽ ശ്രീമതി സുഭിഷ പുളിക്കാമ്പേത്തിന് 1ാം സമ്മാനം കിട്ടി. അവർ കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ മറ്റു ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് എത്തിച്ചേരാനാകില്ല എന്ന് ശ്രീമതി സുഭിഷ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2ാം സ്ഥാനത്തിന് അർഹനായത് ശ്രീ പ്രവീൺ കേറ്റി. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മികച്ച നിലവാരം പുലർത്തിയ 2 ലേഖനങ്ങൾ ഒരേ മാർക്കിലെത്തിയതുകൊണ്ട് ഞങ്ങൾ അവരെ ഒഴിവാക്കിയില്ല. 2 പേർക്കും 3ാം സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിൽ ശ്രീമതി രമ്യ വിശ്വനാഥൻ എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. ശ്രീമതി രമ്യയെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2ാം സമ്മാനം ലഭിച്ച ശ്രീമതി നിത്യപ്രിയ, അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അറിയിച്ചു. ശ്രീമതി നിത്യപ്രിയയുടെ സഹോദരി സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. സൂര്യയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ലേഖന മത്സരത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി ശ്രീ ബി കാർത്തിയ, 72 വയസ്സ് ഉള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം ഞങ്ങൾ പ്രായത്തിന് വേണ്ടിയല്ല പ്രത്യേക പുരസ്കാരം കൊടുത്തത്. അദ്ദേഹം ഈ 1, 2, 3 5ാം സ്ഥാനത്ത് ലേഖനത്തിൽ അതിൻ്റെ മൂല്യനിർണ്ണയത്തിൽ 5ാം സ്ഥാനം വന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ശ്രീ ബി കാർത്തികൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ശ്രീ നൗഷദ് എം അലിയാണ്. അദ്ദേഹം ഇന്നിവിടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ വേദിയിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു നിൽക്കുന്നത് ശ്രീമതി ശോഭ രാജ്മോഹൻ, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, സാഹിത്യകാരിയുമാണ്. ശോഭയെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അംഗം കൂടിയായ ശ്രീമതി മഞ്ജു എസ് നായരാണ് ഞങ്ങളുടെ ഈ മലയാറ്റൂർ സാഹിത്യ സാംസ്കാരിക സഹായത്തിൻ്റെ എല്ലാ വർഷത്തെയും അവതാരിക. മഞ്ജുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈ പ്രവർത്തനം, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഈ സഹായം ഇത്രയും നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ഭരണസമിതിക്ക് കൂട്ടായി നിന്ന മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും, പിന്നെ ശാസ്ത്രി നഗറിലെ മലയാറ്റൂർ സാറ് ഏതാണ്ട് 27 വർഷം താമസിച്ചൊരു സ്ഥലമാണ് ശാസ്ത്രി നഗർ. ശാസ്ത്രി നഗറിലെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും ഒക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. അവരെയും മറ്റ് സുഹൃത്തുക്കളും എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഈ പൊതുച്ചടങ്ങുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ആലോചിക്കുന്ന ഒരു കാലമാണ്. വേറെ ഒന്നുമല്ല പ്രശ്നം. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടുന്നു. അതിന് തടസ്സം കണ്ടുപിടിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ വേറൊരു മാർഗവും കാണുന്നില്ല. അടൂർ സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്ന തർക്കട്ടില്ല. ഇപ്പോൾ നിത്യയൗവനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഉള്ളത്. വലിയ സന്തോഷം. അങ്ങനെ ഒരാളുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. മലയാറ്റൂരുമായി വളരെ അടുത്ത ഒരു ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പേടിയായിരുന്നു. അതെനിക്ക് മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാർ വരെ മലയാറ്റൂരിനെ കാണാൻ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. അതെനിക്കറിയാം. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഞാൻ അദ്ദേഹത്തെ ദൂരെ നിന്ന് ആരാധനയോടെ നോക്കിക്കാണും. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ചു ശ്രീധരനല്ലേ? അത് എനിക്ക് ആളെ മനസ്സിലായി. ആരാണ് സാർ? എൻ്റെ പേര് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നാണ്. എന്താ സാർ വിളിച്ചത്? അതൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. ഈ വർഷത്തെ വയലാർ അവാർഡ് തനിക്കാണ്. ഞാൻ പറഞ്ഞു, സാർ നമസ്കാരം, എനിക്ക് എൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. അതൊന്നുമല്ല, താൻ അർഹിക്കുന്ന ഒരു അവാർഡാണ്. തനിക്ക് കിട്ടിയതിൽ എനിക്ക് പ്രത്യേകമായൊരു സന്തോഷവുമുണ്ട് എന്നെ അനുമോദിക്കുകയുണ്ടായി. അന്നു മുതൽ ആ വീട്ടിൽ സ്വതന്ത്രമായി കയറി, ഏത് സമയത്ത് സ്വതന്ത്രമായി കയറി ചെല്ലാനും സംസാരിക്കുവാനും അദ്ദേഹത്തോടൊപ്പം എത്ര നേരം ചെലവഴിക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു, ബഹുമാനപ്പെട്ട ഒരാളായിരുന്നു. എന്നെ അങ്ങനെ ശ്രീകുട്ട എന്ന് വിളിക്കുന്നത് എനിക്ക് അരമണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞു. വേറെ എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ കണ്ടാൽ പോലെ, ഉച്ച കഴിഞ്ഞ് കണ്ടാൽ പോലെ, അല്ലെങ്കിൽ നാളെ വന്ന് കണ്ടാൽ പോലെ എന്നൊന്നും പറയാൻ സമയം കിട്ടാൻ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. ഇപ്പം തിരിച്ചു വിളിക്കാൻ എനിക്ക് അന്ന് ഫോണില്ല, എൻ്റെ വീട്ടിൽ ഫോണില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയോ ഒഴിവാക്കിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനുസരണയുള്ള കുട്ടിയാണ് ഇപ്പോഴും. അതെ സാർ, ഞാൻ അനുസരണക്കേടൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ ആരോടും. പ്രത്യേകിച്ച് ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ എന്ത് അനുസരണക്കേട് കാണിക്കാനാണ്? എനിക്ക് ഏറ്റവും ബഹുമാനായ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സാറ്. അതുകൊണ്ട് സാറിൻ്റെ അടുത്തിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സുവർണ്ണ നിമിഷങ്ങൾ എന്ന് വിളിക്കാവുന്ന അവസരങ്ങളാണിത്. എനിക്കതിൽ നിന്ന് വലിയ സന്തോഷമുണ്ട്. എന്താണ്, അന്ന് ആരംഭിച്ച ഒരു സൗഹൃദം വളരെ കാലം നീണ്ടു നിന്നു. എപ്പോഴും വീട്ടിൽ പുള്ളിക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു. എന്നിട്ടും എൻ്റെ വീട് കാണാനായിട്ട് കാറിൽ എൻ്റെ വീട്ടുപടിക്കൽ വന്ന് എന്നെ വിളിച്ചറിഞ്ഞു. ഞാൻ ഇറങ്ങുന്നില്ല, ഇറങ്ങിയതായിട്ട് കണക്കാക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ വരെ വന്നിട്ട് വീട്ടിലൊന്നും കയറാതെ പോകുന്നു. അത് കയറണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പം ഞാൻ ഇവിടെ വരെ വന്നത് എനിക്ക് എൻ്റെ വീട് കാണണം എന്നാഗ്രഹിച്ചിട്ടാണ്. വളരെ സന്തോഷം സാർ. ഒരു ചായയും കാപ്പിയൊക്കെ പിന്നീട് മതി, ഇപ്പം തന്നെ വന്ന് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നു. ഞാൻ പോട്ടെ, വൈകുന്നേരം വീട്ടിലേക്ക് പോവാം, അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് ചായ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു. അത്രയും അങ്ങനെ ഒരു പ്രത്യേകമായ അടുപ്പം, സ്നേഹം, വാത്സല്യം അദ്ദേഹം എന്നോട് കാണിച്ചിരുന്നു. അത് എന്നോട് മാത്രമല്ല, ഇഷ്ടപ്പെട്ട എല്ലാവരോടും അദ്ദേഹം ആ സ്നേഹവും വാത്സല്യവും ബഹുമാനവും കാണിച്ചിരുന്നു. എന്നെ അദ്ദേഹം ബഹുമാനിക്കേണ്ട ഒരു കാര്യവുമില്ല, എങ്കിൽ പോലും അദ്ദേഹം എന്നെ ബഹുമാനിച്ചു. ഇവൻ ബഹുമാനായ ഒരു സ്നേഹിതനാണ് എനിക്ക് എന്നൊക്കെ മറ്റുള്ളവരോട് പറയും. അത് കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ സങ്കോചപ്പെടുന്നു. അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. അത്
ഈ വർഷവും ഞാൻ ഈ നിമിഷങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ നിമിഷങ്ങൾ സുവർണ്ണ നിമിഷങ്ങളായി എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. അടുത്ത ഉദ്ഘാടനമാണ്. ഭദ്രദീപം കൊളുത്തി ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. മലയാറ്റൂരിൽ എനിക്ക് കുറച്ച് മാറി നിന്നിട്ടുള്ള പരിചയമേ ഉള്ളൂ. വളരെ അടുത്ത് പെരുമാറിയെന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു അവസരം കേരള ഗവൺമെൻറ് മലയാള സിനിമയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിലിം എൻക്വയറി കമ്മിറ്റിയെ നിയമിച്ചു. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ശ്രീ മലയാറ്റൂർ. ഞാനതിൽ പടമൊന്നും എടുത്തിട്ടില്ല അന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മലയാറ്റൂരിനുണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊരു മെമ്പറായിരുന്നു ഞാൻ. അതിലുണ്ടായിരുന്ന ഒരു വെറ്ററൻ മെമ്പർ എന്ന് പറയുന്നത് ശ്രീ പി സുബ്രഹ്മണ്യമാണ്, മെർലൻഡ് സ്റ്റുഡിയോ ഉടമ. പല കാര്യങ്ങളിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഈ പയ്യൻ എന്തോന്ന് പറയാനെന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കും. അപ്പോൾ എം.ഒ. ജോസഫ് തുടങ്ങിയിട്ടുള്ള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളൊക്കെ ഉണ്ട് കമ്മിറ്റിയിൽ. ഒരു വിഷയത്തിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ ശക്തമായിട്ട് വാദിച്ചു. അത് ഈ ഫിലിം സ്റ്റുഡിയോ തുടങ്ങുന്നത് ആദ്യം ഇവർ ഏതാണ്ട് ഇത് ആലുവായി ഭാഗത്തേക്ക് ഈ സ്റ്റുഡിയോ ഇങ്ങനൊരു സ്റ്റുഡിയോ ഉണ്ടാക്കണം, അവിടെ സ്ഥാപിക്കണം എന്നൊക്കെയുള്ള നിലയിലായിരുന്നു ആദ്യത്തെ ചർച്ചകളൊക്കെ. അതിൽ ഞങ്ങൾ രണ്ടുപേര് നിർബന്ധമായിട്ട് പറഞ്ഞു സാധിക്കില്ല, തിരുവനന്തപുരത്തേക്ക് ആവണമെന്ന്. ഞങ്ങൾ അതിശയിക്കും രണ്ടാമത്തെ ആൾ ആരാണെന്ന്. സാക്ഷാൽ പി സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടർന്ന് ചിത്രഞ്ജലി ഒക്കെ ഉണ്ടാകുന്നത്. എനിക്ക് മലയാറ്റൂരിനെ അറിയാം, വളരെ കൃത്യമായിട്ടും അറിയാം. കാരണം ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ നല്ല രസകരമായിട്ട് വായിക്കാവുന്ന കൃതികളായിരുന്നു. അതിലൊരു പക്ഷേ നമ്മൾ ഏറ്റവും എന്നും ഓർമ്മിക്കപ്പെടുന്ന മലയാള സാഹിത്യത്തിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ പോകുന്ന കൃതി എന്ന് പറയുന്നത് വേരുകളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള നോവലുകൾ. മലയാറ്റൂരിനെ ഓർമ്മിക്കാൻ വേറെയുണ്ട് കാരണങ്ങൾ. അദ്ദേഹം നല്ലൊരു കാർട്ടൂണിസ്റ്റായിരുന്നു, നല്ലൊരു ചിത്രകാരനായിരുന്നു. അങ്ങനെ ധാരാളം പ്രതിഭകൾ ഒന്നുചേർന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ മലയാറ്റൂരിനെ ഒരു എഴുത്തുകാരനായിട്ട് മാത്രം കാണാൻ വയ്യ. ഇത് എല്ലാത്തിനും പുറമെ അദ്ദേഹം വളരെ പ്രശസ്തമായ നിലയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിൻ്റെ പരീക്ഷകളൊക്കെ പാസ്സായി വന്നു. അന്നൊക്കെ വളരെ അപൂർവം പേർക്കാണ് IAS-ലൊക്കെ തിരഞ്ഞെടുപ്പ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നല്ല കലാകാരനാണ്, നല്ല ചിത്രകാരനാണ്, നല്ല എഴുത്തുകാരനാണ്, എല്ലാത്തിനും വളരെ നല്ല മിടുക്കനായിരുന്നു. അപ്പോൾ കൂടുതൽ എനിക്ക് ബഹുമാനം തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഈ വേരുകൾ വായിച്ചാണ്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് വളരെ വാശിയോടുകൂടി, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ട് പോലും പല പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസി പ്രവർത്തകരൊക്കെ ആയിരുന്നുകൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിരോധങ്ങളും പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് ശരിക്കും ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണികളിലേക്ക് എത്തിയ ഒരു വളരെ സമർത്ഥനായിട്ടുള്ള, വളരെ ശ്രദ്ധാത്മകനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മലയാറ്റൂർ. അദ്ദേഹത്തിനെ നമ്മൾ മലയാളികൾ ചെയ്യുന്ന നല്ലൊരു കാര്യം അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ വേണ്ടി
വേണ്ട രീതിയിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ശ്രീ ശ്രീകുമാറും മറ്റും മുൻകൈയെടുത്ത് നടത്തുന്ന ഈ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും അങ്ങേയറ്റം ശ്ലാഘിക്കേണ്ടതാണ്. നമ്മളെല്ലാം അതുകൊണ്ടാണ് ആ ഒറ്റ കാരണമാണ് നിങ്ങൾ വേദിയിൽ നോക്കിയാൽ അറിയാം, സദസ്സിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും ഇതുപോലെയുള്ള ഒരു ഒത്തുകൂടലിനും അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കാനും അതോടനുബന്ധമായിട്ട് നടക്കുന്ന സാഹിത്യപരമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള പ്രകടനങ്ങൾ ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ഒത്തുകൂടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മലയാറ്റൂരിൻ്റെ നല്ല ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കാം. അദ്ദേഹം മലയാളത്തിന് നൽകിയ നമ്മുടെ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിക്കാം. നമസ്കാരം. മൂന്നാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിൻ്റെ ജൂറി ചെയർപേഴ്സണും പ്രശസ്ത എഴുത്തുകാരിയുമായ ശ്രീമതി OV ഉഷ അവാർഡിന് അർഹമായ പെരുമലയൻ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചു. വളരെ പ്രിയപ്പെട്ട ശ്രീ പെരുമ്പടവും സർ, ശ്രീ അടൂർ സർ, സത്യൻ മാഷ്, റഹീം, നൗഷാദ് അലി, ജനാർദ്ദനൻ, നമ്മുടെ അവാർഡിൻ്റെ ജനാർദ്ദനൻ, വേദിയിലിരിക്കുന്ന സഹൃദയരെ, കവിത അല്പസ്വല്പം എഴുതി, പക്ഷേ ഈ പുസ്തകം പരിചയപ്പെടുത്തൽ, പ്രഭാഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഇഷ്ടപ്പെടുക, വായിച്ചിഷ്ടപ്പെടാം, പക്ഷേ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ അതിനെ ഒരു ഉചിതമായ രീതിയിൽ, ഒരു പണ്ഡിതോചിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അത്രയും കഴിവോ അറിവോ ഇല്ല. പക്ഷേ ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ എന്നിൽ ഈ ഒരു ടാസ്ക് തന്നിരിക്കുന്നു. ഞാൻ അതിനോട് കഴിയുന്ന പോലെ നീതി പുലർത്താൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ഈ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് 7 പുസ്തകങ്ങളാണ് ഫൈനലിൽ വന്നത്. 7 പുസ്തകങ്ങൾ എല്ലാം നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. ഒരുപാട് പേര് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള കൃതികൾ തന്നെയാണ് പലതും. അപ്പം അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു 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 വെല്ലുവിളി ആയിരുന്നു. പക്ഷെ വളരെ അത്ഭുതകരമായ രീതിയിൽ ഞാൻ തിരഞ്ഞെടുത്തതും, പിന്നെ സത്യൻ മാഷ്, ഞങ്ങൾ രണ്ടുപേരും, ശ്രീകുമാറും ആണ് ഫൈനൽ ആയിട്ട് ഇതിൽ ഒരു ജഡ്ജിങ് നടത്തിയത്. അപ്പം ഒരേ പുസ്തകമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, ഒരേ പുസ്തകം. അപ്പോൾ എന്നാൽ മറ്റു പുസ്തകങ്ങൾ നമ്മൾ നല്ല വല്ലി, ഷീല ടോമിയുടെ ബുക്ക് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പൊയ്ക, ഇങ്ങനെ പല അതൊക്കെ എന്തുകൊണ്ടോ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണ് ഉണ്ടായിരുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി. കാരണം ഒരു വ്യത്യസ്ത അഭിപ്രായം ഇതിൽ വന്നില്ല. ഇനി ഈ പുസ്തകം ഒരു 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 പുതുമയുള്ള പുസ്തകമാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇത് വായിച്ചപ്പോൾ ഉണ്ടായത്. അതെനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്കും ഈ വായിച്ചവർക്കൊക്കെ അത് തന്നെയാണ് തോന്നിയിരിക്കാൻ സാധ്യത. ഒരു നല്ല രചനാതന്ത്രം ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഭാഷ ഉടനീളം എരമം പ്രദേശത്തെ, അതായത് കണ്ണൂരിലെ ആ പ്രാദേശിക ഭാഷയാണ്. അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും കൂടി ഉള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഭാഷ ആ പുസ്തകത്തിൽ ഉടനീളം ഉപയോഗിക്കാനുള്ള ഒരു വളരെ നല്ലൊരു രചനാതന്ത്രം എന്തായിരുന്നു. പൊട്ടൻ തെയ്യം എന്ന കഥാപാത്രത്തെ നരേറ്ററായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു ചരിത്രം പറയുന്നത് പോലെ, കഥ പറയുന്നത് പോലെയല്ല, ഒരു ചരിത്രം വളരെ സിമ്പിളായിട്ടുള്ള നാട്ടുഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ആർജവത്തോടു കൂടി ഒരു
നമ്മളോട് പറയുന്നത് പോലെയാണ് ആ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു വളരെ നല്ല ഒരു രചനാതന്ത്രമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. വളരെ സങ്കടം തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യങ്ങളും കൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം പലയിടത്ത് പല രീതിയിലും ഉണ്ടായിരുന്ന ഈ പ്രബുദ്ധ കേരളം നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസം നല്ലപോലെ നേടിയ പുരോഗമനം സിദ്ധിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊരു പാസ്റ്റ്, ഇങ്ങനെയൊരു ഭൂതകാലം, സമീപ ഭൂതകാലം അധികമായിട്ട് അടിമക്കച്ചവടം തുടങ്ങി നമ്മൾ ഒരുപാട് ഹീനതകളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അത് പാസ്റ്റ് നമ്മൾ ഈ ഭൂതകാലം നമ്മൾ അറിയേണ്ടതാണ്. അതിന് ഒരു നല്ല ഈ പുസ്തകം അത് ആ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ ഭാഷയുടെ കാര്യത്തിന് ഇത് മലയാള ഭാഷയ്ക്ക് ഒരു നല്ല സംഭാവന നൽകുന്ന പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഒരു അന്യം നിന്ന് പോകുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ ഒക്കെ അടിക്കുറിപ്പുകളോടുകൂടി ആണ് തരുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ആ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ വളരെ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകും. ആ പോക്കിൽ ഒരുപാട് പഴയ വാക്കുകളും പഴയ പ്രയോഗങ്ങളും ആ ഭാഷയും നിലനിർത്താൻ ഈ പുസ്തകം ശ്രമിക്കുന്നുണ്ട്. അത് മലയാള ഭാഷയ്ക്ക് ഒരു സംഭാവനയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. പിന്നെ വളരെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ കാലോയാതി ഗൃഹീത്വ സർവം, എല്ലാം തന്നെ കാലം എല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മൾ പലതും നമ്മളുടെ കടന്നുപോയ കാലങ്ങളിലൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ അറിവുണ്ടെങ്കിൽ ഈ അറിവും ഇതൊക്കെ കടന്നുപോയി എന്നുള്ളൊരു അറിവും നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കുന്നതാണ്. ഇത്ര മോശമായിട്ട് ഇപ്പോൾ ഒരു ജന്മി മറ്റുള്ളവരോട് പെരുമാറുന്നില്ല. പക്ഷെ മറ്റ് രീതിയിൽ പലതും സംഭവിക്കുന്നുമുണ്ട്. ഇത് ഈ രീതിയിലല്ല ശൈലി മാറിയിട്ടുണ്ടെങ്കിൽ എങ്കിലും കടന്നുപോയതല്ലേ എന്ന് ഒരു സമാധാനം തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പുസ്തകത്തിന് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുത്ത ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. മലയാറ്റൂരിനെ പറ്റി ഒരു വാക്കും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വായനാ ജീവിതത്തെ ധന്യമാക്കിയ ഒരുപാട് എഴുത്തുകാരുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. വളരെ സന്തോഷത്തോടെയും വളരെ താല്പര്യത്തോടെയും വായിച്ച കൃതികളാണ് മലയാറ്റൂരിൻ്റെ കൃതികൾ. ഇവിടെ ഇങ്ങനെയൊരു ഫൗണ്ടേഷൻ ഇത്രയും കാര്യക്ഷമമായും ഭംഗിയായും നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഈ കൊല്ലം ഇങ്ങനൊരു ഭാഗമാകാൻ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് ഒരു സാഹചര്യം തന്ന ഇതിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് പിന്നെ ശ്രീകുമാർ, സി റഹീം, നൗഷാദ് അലി, ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞതും പിന്നെ എനിക്ക് ഈ പുസ്തകങ്ങൾ തന്നതും എന്നെ ഇതിൻ്റെ ഭാഗമാക്കിയതും ആയിട്ടുള്ള ഇവരെ പ്രത്യേകം നന്ദിയോടെ പിന്നെ ഓർക്കുകയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശോഭ രാജ്മോഹൻ പ്രശസ്തി പത്രം വായിച്ചു. മൗലികതയുള്ള എഴുത്ത്, വൈവിധ്യമാർന്ന ഇതിവൃത്തം, ശില്പഭദ്രമായ ആഖ്യാന ശൈലി എന്നിവ കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ MP ജനാർദ്ദനൻ. 2023 പ്രസിദ്ധീകൃതമായ അദ്ദേഹത്തിൻ്റെ പെരുമലയൻ എന്ന നോവൽ വായനക്കാരെ ഏറെ ചിന്തിപ്പിക്കുകയും ആശയങ്ങളെയും അനുഭവങ്ങളെയും തെളിമയോടെ വായനക്കാരിലേക്ക് പകർത്തുകയും ചെയ്യുന്നു. അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷാഭേദത്തിൻ്റെ വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും കലവറയായി തീർന്നിരിക്കുകയാണ് ഈ കൃതി.
സ്വീകരിച്ച ഭാഷ കൊണ്ടും ആഖ്യാനത്തിലെ ആത്മാർത്ഥത കൊണ്ടും സംവേദനക്ഷമത കൊണ്ടും നമ്മുടെ സ്നേഹമർഹിക്കുന്ന കൃതിയാണ് പെരുമലയൻ. സർഗധനനായ ശ്രീ എം വി ജനാർദ്ദനനെ 2024 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് നൽകി ആദരിക്കുന്നു. ശ്രീ എം വി ജനാർദ്ദനന്റെ സർഗാത്മക ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. പെരുമലയൻ എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീ എം വി ജനാർദ്ദനന് മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്ത ചിത്രകാരൻ ശ്രീ കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ശില്പി ശ്രീ വിജയൻ പെരിങ്ങോട് നിർമ്മിച്ച വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന നോവലിനെ ആധാരമാക്കി നടത്തിയ സാഹിത്യ മത്സരത്തെക്കുറിച്ച് അതിൻ്റെ ജൂറി ചെയർമാനും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ സി റഹീം സംസാരിച്ചു. എൻ്റെ മുമ്പിലേക്ക് വന്നത് യക്ഷി എന്ന നോവലിനെ അതിൻ്റെ ചലച്ചിത്ര ഭാഷയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖന മത്സരമാണ്. കഴിഞ്ഞ വർഷം വേരുകളായി അടൂർ സാറിലൂടെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ മലയാറ്റൂരിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള മണ്ണിൽ പതിഞ്ഞ കൃതി ഒരുപക്ഷെ വേരുകളാവാം. വേരുകളാണെന്ന് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും നമുക്കത് 100% വിശ്വാസമെടുക്കേണ്ടതുണ്ട്. വേരുകൾ തന്നെയാണ്. യക്ഷിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 1967 എഴുതപ്പെട്ട ഒരു കൃതിയാണ്. അതിൻ്റെ കഥ പറയേണ്ട കാര്യമില്ല, എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സാഹിത്യത്തിൽ പല രീതിയിൽ നമ്മൾ സാഹിത്യം എഴുതപ്പെടുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതുന്നുണ്ട്, സാമൂഹ്യ പശ്ചാത്തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ, അതിൻ്റെ മനഃശാസ്ത്രമായ സമീപനത്തിൽ, അങ്ങനെ പല പല രചനാ രീതികളുണ്ട്. അതിൽ ഒരുപക്ഷെ ആദ്യകാലത്ത് നമ്മുടെ നോവലുകളിൽ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി എഴുതപ്പെട്ട നോവലുകളിൽ ഒന്നാണ് ഈ യക്ഷി. യക്ഷിയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ധാരാളം ലേഖനങ്ങൾ വന്നു. അതിൽ നിന്ന് അവസാനം വന്ന 10 ലേഖനങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്നത്. അതിനു മുമ്പ് ഈ സാഹിത്യത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള വിദഗ്ധർ അത് പരിശോധിച്ച് അവസാനമാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. അതിൽ വളരെ ലളിതമായിട്ടുള്ള ആഖ്യാനം. കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ സാങ്കേതികമായിരുന്നു ലേഖനങ്ങൾ കൂടുതലെങ്കിൽ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ലളിതമായിരുന്നു. ലേഖന സ്വഭാവത്തോടെ ഉള്ളതാണ്, പ്രബന്ധ സ്വഭാവത്തോടെ കാര്യമായിട്ട് ലേഖനങ്ങൾ വന്നില്ല. കുറച്ചൊക്കെ ഉണ്ടായിരുന്നില്ല നല്ല. അപ്പോൾ കുറച്ചുകൂടെ ഭാഷ കുറച്ചുകൂടെ ജൈവികമാകുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ ഇവിടെ വന്ന 1ാം അവാർഡ് നേടിയത് ശ്രീമതി സുഭിക്ഷ പുളിക്കമ്പേത്താണ്. അപ്പോൾ അഴീക്കോട് സൗത്ത് കണ്ണൂരിൽ നിന്നാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ടില്ല, എങ്കിലും ആ ലേഖനത്തിലാണ് 1ാം സമ്മാനം വന്നത്. പ്രവീൺ KT അദ്ദേഹം വന്നിട്ടുള്ളത് കോഴിക്കോട്ട് കുന്നമംഗലം. മലയാറ്റൂരിൻ്റെ യക്ഷി വായനയും കാഴ്ചയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം. അദ്ദേഹത്തിന് അടുത്ത സമയത്ത് ഈരംകുടി സാറിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് 3ാമത് വന്നിരിക്കുന്നത് നിത്യപ്രിയ ND. അത് തിരുവനന്തപുരത്തുകാരിയാണ്, മുണ്ടുവിള സ്വദേശിയാണ്. മലയാറ്റൂരിൻ്റെ തൂലികയിൽ വിരിഞ്ഞ മാന്ത്രികതയും സത്യൻ്റെ നടന വിസ്മയം എന്നുള്ളതാണ്. സത്യം നമുക്കറിയാം, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ അഭിമാനം കൂടിയാണ് അദ്ദേഹം. 3ാം സമ്മാനം പിന്നീട് കിട്ടിയത് ശ്രീമതി രമ്യ വിശ്വനാഥനാണ്. മുളന്തുരുത്തി എറണാകുളം. യക്ഷി നോവലും സിനിമയും എന്നുള്ള ഒരു ലേഖനമാണ് വന്നത്. ലോകമെമ്പാടും സാഹിത്യകൃതികൾ സിനിമകളാക്കപ്പെടുന്നുണ്ട്, അത് സർവകലാശാലയിൽ പഠിക്കപ്പെടുന്നുണ്ട്. ഇവ തമ്മിലുള്ള ഭാഷാഭേദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിനിമയും സാഹിത്യകൃതിയും തമ്മിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വിലയിരുത്തലുകൾ എല്ലാ സർവകലാശാലയും പഠിക്കുന്നുണ്ട്. നമ്മുടെ അടൂർ സാറിൻ്റെ അദ്ദേഹത്തെ വിഖ്യാതമായ പല സിനിമകൾ, പ്രത്യേകിച്ച് മതിലുകൾ, അതുപോലെ വിധേയൻ, ഇതൊക്കെ തന്നെ സാഹിത്യകൃതിയിൽ നിന്ന് തന്നെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ്.
ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ അവാർഡ് ജേതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ സാഹിത്യം എഴുതപ്പെടുന്നത് പോലെ തന്നെ അത് പല തലത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ അവാർഡ് ജേതാക്കളെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ അവാർഡിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യൽ മെൻഷൻ എന്ന നിലയിൽ ശില്പവും പ്രശംസി പത്രവും കൊടുക്കുന്ന ഈ കാർത്തികേയൻ, അദ്ദേഹം ഈ 70-ാം വയസ്സിലും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ ഇതിനെ നിയോഗിച്ചതിന് ഈ നമ്മുടെ ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷപ്പെട്ടു. സാഹിത്യ മത്സരത്തിലെ വിജയികൾക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ സമ്മാനങ്ങൾ നൽകി. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് വല്ലാണ്ട് ആനന്ദം നൽകും. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് അത് കുറച്ച് കുറവാണ്. അങ്ങനെ ആനന്ദിക്കാനൊന്നും നമുക്ക് സമയമോ സന്ദർഭങ്ങളോ ഒക്കെ ഇല്ലാതിരിക്കുമ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഈ സായാഹ്നം എനിക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു അവാർഡ് ദാന ചടങ്ങിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷം. മലയാറ്റൂരിനെ ഞാൻ കണ്ടിട്ടില്ല. പുസ്തകം വായിക്കുന്നതിന് മുമ്പ് സിനിമകൾ കണ്ടിട്ടുണ്ട്, മലയാറ്റൂരിൻ്റെ കഥയാസ്പദമാക്കി എഴുതിയിട്ടുള്ള സിനിമകളൊക്കെ. അതിനുശേഷം പിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കൃതികളൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഈ എഴുത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം. എഴുതാതെ വയ്യ എന്ന് തോന്നുമ്പോഴാണ് എഴുതേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരനല്ല. കോളേജിൽ പ്രൊമോഷനൊക്കെ കിട്ടണമെങ്കിൽ ലേഖനങ്ങളൊക്കെ എഴുതിയേ പറ്റൂ എന്നുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി ഫലിപ്പിക്കേണ്ടുന്ന അവസ്ഥയിൽ പലരും എഴുത്തുകാരായി മാറിയിട്ടുണ്ട്. UGCയുടെ ചില നിർബന്ധങ്ങൾ, അങ്ങനെ ചില ആളുകൾ നിർബന്ധിച്ചിട്ട്, അങ്ങനെ ചില നിർബന്ധം കൊണ്ട് ചില സ്ഥലത്തെത്തുമ്പോൾ ലേഖനം എഴുതിയിട്ട് പ്രസാധകർ ചോദിക്കുന്നത് കൊണ്ടൊക്കെ അങ്ങ് നിർബന്ധിച്ചെഴുതിയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. എനിക്ക് പൊതുവെ സംഘാടനത്തിനാണ് എനിക്ക് താല്പര്യം എഴുത്തിനേക്കാൾ അല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യം എഴുതിയത് മസൂനാരുടെ ഒരു കവിതയെ കുറിച്ചാണ്. രണ്ടാമത് എഴുതിയ ലേഖനം അടൂർ സാറിന്റെ സിനിമയെ കുറിച്ചാണ്. എൻ്റെ ഗവേഷണ വിഷയവും സിനിമയും ലിംഗരാഷ്ട്രീയമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഈ ദൂരെ നിന്ന് കാണുമ്പോൾ ഒന്ന് അടുത്ത് പോകാൻ കഴിഞ്ഞെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട്. IFFK ഒക്കെ വരുമ്പോൾ അങ്ങ് എത്രയോ അകലത്ത് നിൽക്കുന്ന ഒരു നമ്മൾ ആരാധിക്കുന്ന ഒരാളുടെ അടുത്ത് ഇരിക്കാൻ കഴിയല്ല, അങ്ങ് അടുത്ത് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷം. അപ്പം ഇങ്ങനെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിനയിക്കുന്നത്. ഇപ്പൊ പെരുമ്പോട് സാറിന്റെ ഒരുപാട് കൃതികളൊന്നും വായിക്കേണ്ട, ഒരൊറ്റ കൃതി വായിച്ചാൽ നമ്മൾ അറിയാണ്ട് ആരാധിച്ചു പോകും. അത് നമുക്കൊക്കെ അറിയാവുന്ന അവാർഡ് കിട്ടിയ കൃതി തന്നെ, ഒരു സങ്കീർത്തനം. ഇങ്ങനെ ഓരോ നിമിഷവും അടുത്തിരിക്കുമ്പോൾ സത്യത്തിൽ ഞാനിന്ന് വയ്യാതായത് ശരിയല്ലെങ്കിൽ പോലും എനിക്ക് ആ കൈ പിടിക്കാനായി എന്നുള്ളതിലുള്ള ഒരു വലിയ സന്തോഷമുണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് പിടിക്കാൻ പറ്റുക, ഒന്ന് തൊടാൻ പറ്റുക. ചിലപ്പോൾ നമുക്ക് ചിലതിനോട് അങ്ങനെ ഒരു ആത്മാർത്ഥത തോന്നും. ചില പുസ്തകം തൊടാൻ തോന്നുക, ചില ആളുകളെ ഒന്ന് വന്ദിക്കാൻ തോന്നുക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സത്യത്തിൽ അതിന് കാരണക്കാരായത് മലയാറ്റൂർ. അതിന് ക്ഷണിച്ചത് റഹീം സാറും മറ്റേ ശ്രീകുമാറും സാറും ഒക്കെയാണ്. വലിയ സന്തോഷം നിങ്ങളെ ഇത് പങ്കുവയ്ക്കും. പെരുമലയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഉഷേച്ചൻ ഭംഗിയായിട്ട് പറഞ്ഞു. എനിക്കിത് തീരെ പ്രയാസം ഉണ്ടാക്കാത്തൊരു കാര്യം, ഞാൻ കോഴിക്കോട്ടുകാരനാണ് അല്ലെങ്കിൽ കണ്ണൂരിനടുത്തുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് വായിക്കുമ്പോൾ എനിക്ക് ടിപ്പണിയുടെ ആവശ്യം വന്നിട്ടില്ല. എല്ലാ വാക്കുകൾക്കും അടിയിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ളവർക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഭാഷയാണ്. ഇതിനു മുമ്പ്
കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥയിൽ ഇതേപോലെ കണ്ടുവരുന്ന ഒരു ഭാഷ വരുന്നുണ്ട്. ആ ഭാഷ അതിന് നൽകുന്നൊരു ജീവനുണ്ട്, അത് പ്രധാനം. ആ നോവലിനെ നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു അനുഭവത്തെ നമ്മുടെ ഉള്ളിലേക്ക് തരാൻ ആ ഭാഷയ്ക്കുള്ളൊരു മികവ്, ഒരു വേറിട്ട ആഖ്യാന രീതി ആ നോവലിലുണ്ട്. ഞാനിതൊന്നും കൃത്യമായിട്ട് പറയണില്ല, നോവൽ ഇവിടെ അവൈലബിൾ ആണ്, അത് വാങ്ങി വായിക്കുക, വെറുതെ ആവില്ല. അത്തരമൊരു നോവൽ തിരഞ്ഞെടുക്കാൻ കിട്ടിയ, നേരത്തെ ഉഷേച്ച് പറഞ്ഞ കിട്ടിയതിലൊക്കെ ഒന്നൊന്നിനോട് മെച്ചപ്പെട്ട കൃതികൾ തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, കിട്ടിയത് 7 എണ്ണമായതുള്ളൂ. അതിന് മുമ്പ് 75ഓളം കൃതികളിൽ നിന്ന് സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് 7 എണ്ണം വന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ 75ന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭരായ ആളുകളുടെതൊക്കെ ഉണ്ട്. അക്കൂട്ടത്തില് കണ്ടന്റ് മാത്രം നോക്കിയിട്ട്, ആ പുസ്തകത്തിന്റെ നന്മ മാത്രം നോക്കി, ഒരു തരത്തിലുള്ള ഓതർ ആരാന്ന് പോലും നോക്കാതെ, ഞങ്ങൾക്കൊന്നും ഒരു പരിചയമില്ലാത്ത ആളുകളുടെ പുസ്തകങ്ങളാണ് തിരഞ്ഞെടുത്ത് തന്നിരുന്നത്. അതിൽ നിന്ന് ഒരു പുസ്തകം ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഉഷേച്ച് വിളിച്ചു നോക്കുമ്പോൾ അത് തന്നെയാണ് ഉഷേച്ചിക്ക് പറയാനുള്ളത്, അത് തന്നെയാണ് ശ്രീകുമാർ പറയാനുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഞങ്ങളിത് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. ഈ പുസ്തകമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് ഏതായാലും വലിയ സന്തോഷം നൽകുന്നു ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. മലയാറ്റൂർ ഫൗണ്ടേഷൻ എനിക്ക് നേടിത്തന്ന ഈ എല്ലാവരെയും കാണാനുണ്ടായ സൗഭാഗ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രവീണിനെ പ്രത്യേകിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രവീണിനോട് എനിക്കൊരു മത്സരങ്ങൾ ഞാൻ കണ്ട് എൻ്റെ കാലത്ത് MA പഠിച്ച കുട്ടി നമ്മളുടെ ഇത് അറിയിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പ്രവീണിനെ കാണാൻ പറ്റില്ലോ. എല്ലാവർക്കും സന്തോഷം. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ശില്പം ആരാണ് ശില്പി എന്ന് എനിക്കറിയില്ല. ഈ വേരൂന്നുക എഴുത്ത് ആണ് നമ്മുടെ ജീവിതത്തില്, അല്ലെങ്കിൽ മലയാറ്റൂരിനെയൊക്കെ വേര് പിടിപ്പിച്ചൊന്ന് നമുക്കൊക്കെ തന്നെ വേര് ഏറ്റവും പ്രധാനമാണ്. ശിലകളൊക്കെ ഒഴിഞ്ഞാലും വേര് അടിത്തറയതാണല്ലോ. ആ വേരുകൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എഴുത്തിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയൊരു സംഗതി ശില്പത്തിലുണ്ട്. ഈ അവാർഡ് നേടിയ ജനാർദ്ദനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നേരത്തെ ഉഷേച്ച് പറഞ്ഞ തന്നെയാണ്, സാധാരണ ഒരു കലാപരിപാടിയൊക്കെ പുറകിലുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കും. സാംസ്കാരിക പ്രവർത്തനം നടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇപ്പം കണ്ടിട്ടുള്ളത്. അല്ലെ പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആ മേഖലയിലുള്ള എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് ആസ്വദിക്കാൻ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട്, ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ മലയാറ്റൂരിനോടുള്ള സ്നേഹം, ഈ ഫൗണ്ടേഷനോടുള്ള സ്നേഹം ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സിനെ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന മലയാറ്റൂർ ഫൗണ്ടേഷൻ ഓർമ്മകളുടെ ആൽബം 2024 എന്ന പ്രസിദ്ധീകരണം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീമതി OV ഉഷയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. അവാർഡ് ലഭിച്ച പെരുമലയൻ എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീ MV ജനാർദ്ദനൻ്റെ മറുപടി പ്രസംഗം വളരെ ഹൃദയസ്പർശിയായിരുന്നു. ലോകം മറ്റൊരു തരത്തിൽ വായിക്കപ്പെട്ട ആളാണ് ശ്രീ മലയാറ്റൂർ സാർ. ഔദ്യോഗിക ജീവിതമായാലും സാഹിത്യ കലാ ജീവിതമായാലും ആ വലിയ മനുഷ്യൻ്റെ പേരിൽ എനിക്ക് ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി ഞാൻ സൂക്ഷിക്കുകയാണ്. അതുപോലെ ഒരു ദിവസം ഞാൻ ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാവിലെ ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകുമാർ സാർ വിളിക്കുകയാണ്. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ജനാർദ്ദനല്ലേ? ഞാൻ പറഞ്ഞു അതെ ജനാർദ്ദനൻ തന്നെ. എന്താണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിന് ആദ്യം വന്നത് രാവിലെയൊക്കെ നിരവധി ഫോൺ കോൾ ഉണ്ടാവും. ആ ഫോൺ കോൾ എന്ന് പറയുന്നത് ഞാനൊരു പാരമ്പര്യ വൈദ്യൻ കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും രോഗികളായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്ന ബോധ്യത്തിൽ സാർ അതെ ജനാർദ്ദനൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യരല്ലേ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറ്റിയത് അത് രോഗിയായിരിക്കില്ല എന്ന്. അത് പറഞ്ഞ ഉടനടി പറഞ്ഞു, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അവാർഡിന് പെരുമലൻ എന്ന് പറയുന്ന നോവല് കൊടുത്തില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ ബാക്കി പെരുമ്പടവും സാറ് സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ ഇരുന്നെടുക്കുന്ന പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ മനസ്സുകൊണ്ടും മുമ്പിലെത്തിയും ഒന്ന് തൊടാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. പെരുമ്പടവൻ സാറ്, തകഴി, കേശവദേവ്, അതുപോലെ തന്നെ SK പൊറ്റക്കാട്, MT സാറ്, M മുകുന്ദൻ സാറ്,
ഇവരുടെയൊക്കെ സാഹിത്യത്തിലൂടെയാണ് സാഹിത്യത്തിൻ്റെ ഭാഷ എന്താണെന്നും ജീവിതം എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൽ പ്രമുഖനായ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ മുമ്പിലുണ്ട് എന്ന ബോധ്യത്തിൽ ചായ കഴിക്കുന്നത് നിർത്തി ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ ഇത് അവാർഡ് എനിക്കാണെന്ന് അറിയുന്നതിന് പോലെ തന്നെ ഞാൻ സന്തോഷവാനാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പെരുമ്പട സാറാണോ എന്നോട് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ കുട്ടി അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് എന്നെ സമാധാനപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ആ അതിശയത്തിൽ നിന്നും ആ ആവേശത്തിൽ നിന്നും ഞാൻ മാറിയിട്ടില്ല എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇങ്ങനൊരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ ഇതിൻ്റെ ജൂറി അംഗങ്ങളോടും മലയാറ്റൂർ ഫൗണ്ടേഷനോടും എൻ്റെ കടപ്പാട് സീമാതീതമായിരിക്കും എന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിനെനിക്ക് അനുവാദം തരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് ഇവിടെ അല്ലാതെ എനിക്ക് വേറെ എവിടെയും പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇങ്ങനെ ഒരു നോവലിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ വന്നു എന്നുള്ളത് ഇതിലത്തെ കഥാപാത്രങ്ങൾ മുഴുവൻ ജീവിച്ചിരുന്നവരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ മഞ്ചേരി വെച്ചാണ് പ്രകാശനം ചെയ്തത്. 1200 ആൾ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു എന്നത് മറ്റൊരു അനുഗ്രഹമായിരുന്നു. അത് 1200 ആളുകൾക്കും ഭക്ഷണം കൊടുത്ത് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ കേരളത്തിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരൊക്കെ പങ്കെടുത്തൊരു വലിയ സംഭവമായി ഇത് മാറിയെന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. പക്ഷെ അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ നോവലിലത്തെ ചില കഥാപാത്രങ്ങൾ ആ പ്രകാശന ചടങ്ങിൽ അവരുടെ മക്കൾ വന്ന് സംസാരിക്കുകയുണ്ടായി. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് ഇതിലൂടെ അറിഞ്ഞത് ഞാൻ അത്ഭുതപ്പെടുന്നു, അത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നവരാണ്. അത് ഇപ്പോഴും പലരും വളരെ വാർദ്ധക്യത്തോടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീയതി ചിരുത 97 വയസ്സായി ഇപ്പോഴുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് അവരുടെ മകൾ മരിച്ചപ്പോൾ ഞാൻ അവരെ പോയി കണ്ടു. ചെവി കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല, ഞാൻ ഇതിലേക്ക് വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളോടല്ലാതെ എനിക്ക് മറ്റാരോടും പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതൊന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാങ്കിലൊരു കണക്കപ്പിള്ളയായി ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ബ്രാഞ്ചിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അന്ന് ഞാൻ സ്വർണ്ണ പണയത്തിൻ്റെ സെക്ഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ പ്രായമുള്ളൊരു സ്ത്രീ എൻ്റെ മുമ്പിൽ വന്നു. അവർ ബ്ലൗസും ധരിക്കില്ല, ഒരു തുണി മാറത്ത് പൊതിഞ്ഞിട്ടാണ് ആ സ്ത്രീ വന്നത്. അവരുടെ പേര് മലിമാണി എന്നാണ്. മാണി എന്ന പേര് അവരറിയപ്പെടുക മലിമാണി. എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ അവരെ അറിയാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട്, എന്നെ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ കാതിലുള്ള വളരെ ഒരു മുല്ലപ്പൂ മുട്ടിൻ്റെ വലിപ്പം ഉണ്ടാവില്ല, അത് 2 എണ്ണം അഴിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഇത് പണയം വെച്ചിട്ട് ഒരു 200 രൂപ വേണം. 20 വർഷം മുമ്പേ 200 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവരെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അന്ന് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സിസ്റ്റമുള്ള ചെറിയ കുഞ്ഞ് കൗണ്ടറല്ല, വലിയ കൗണ്ടറാണ്. ആളുകൾക്ക് ഇങ്ങനെ തലയെത്തി നോക്കണം അപ്പുറം കാണണമെങ്കിൽ ഇതുപോലെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ സ്വർണം എൻ്റെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഞാൻ അനക്കി ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, ഇത് വിറ്റാൽ 200 രൂപ കിട്ടൂല, പിന്നെ ഇങ്ങനെ പണയം വെച്ചാൽ കിട്ടുക എന്നാണ്. അപ്പോൾ ഇവർ എൻ്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, എൻ്റെ കള്ള നീ എവിടെ ഇരിക്കുന്നല്ലേ എൻ്റെ പൊന്നു വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നും ആ സ്വർണം വാങ്ങിച്ച് അവരുടെ 2 കാതിലും ഇട്ട് ഉടനെ കൊണ്ട് 200 രൂപ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചോടൊപ്പം തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് 200 രൂപ എടുത്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ കൗണ്ടറിൽ ധാരാളം ആളുകളുണ്ട്. ആളുകൾ നിൽക്കുമ്പോൾ ആ ആളുകൾ കേൾക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു, മണിയമ്മ പറയുകയാണ്, പിന്നെ ഞാൻ ഇവനോട് വെറുതെ ഓശാരത്തിൽ വാങ്ങിക്കുന്നതല്ല 200, നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ ഇങ്ങനെ ഓശാരത്തിൽ വാങ്ങിക്കുന്നതാണെന്ന്. ഇവനെ അമ്മേൻ്റെ വയറ്റിൽ നിന്ന് ഭൂമി കാണിച്ചിട്ട് ഞാനാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ അവരുടെ കൈ കൗണ്ടറിലുണ്ടായിരുന്നു, ആ കൈ ഞാൻ പിടിച്ചു. കാരണം എന്നെ ആദ്യം തൊട്ടത് എൻ്റെ അമ്മയല്ല, മാണിയമ്മയാണ് എന്നെ ആദ്യം തൊട്ടത്. അത് ഇനിയിപ്പോൾ അവസാനം എന്നെ ആരാ തൊടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവസാനം എന്നെ ആരാ തൊടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കൈ പിടിച്ചപ്പോൾ മാണിയമ്മ ആ കൈ വലിച്ചു. പക്ഷേ ആ ഞാൻ കൈ കൊണ്ടല്ല, എൻ്റെ തലച്ചോറിലാണ് ആ കൈ പതിഞ്ഞത്. പിന്നെ ഞാൻ എപ്പോഴും മാണിയമ്മനെ കാണുമ്പോൾ ഞാൻ ആ കൈ പിടിക്കും, എന്നെ ആദ്യം തൊട്ട ആ കൈ ഞാൻ പിടിക്കുമ്പോൾ മാണിയമ്മ വെറുതെ കളിയാക്കും. മാണിയമ്മ വലിയ വയസ്സുണ്ട്, എന്നാലും മാണിയമ്മ കളിയാക്കും. നോക്കറ ഒരു ചക്കൻ ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നു, ഇനി നാണമില്ലേ എന്ന് പറയും. അപ്പോൾ ഈ നിലയിൽ പക്ഷെ ആ കൈയിൻ്റെ പിന്നാലെ ആയിരുന്നു പിന്നെ എൻ്റെ നടത്തം. അന്നെൻ്റെ മനസ്സോട് ഞാൻ കുറിച്ചിട്ടു,
ഈ കൈ 4 ആളെയെങ്കിലും ഞാൻ അറിയിക്കും, എന്ത് വഴി ഉപയോഗിച്ചും ഞാൻ അറിയിക്കും. ഈ കൈയിൻ്റെ ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗൈനക്കോളജിക്കാർക്ക് പറ്റില്ല. അത് അവര് 100 കണക്കിന് പ്രസവം എടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പേറ്റിച്ചി എന്നാ പറയുക, വയറ്റാട്ടി എന്ന് പറയും, പേറ്റിച്ചി എന്ന് പറയും, പതിച്ചി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഇവര് ഈ കുട്ടീനെ പുറത്തേക്ക് എടുക്കുമ്പം അവരുടെ കൈയുടെ വിരലിന്റെ നഖം തട്ടിയിട്ട് പോലും അമ്മക്കോ കുട്ടിക്കോ ഒരു പോറലേൽക്കില്ല. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. വളരെ സമർത്ഥമായിട്ട് അവരത് ഒരു പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യും. അത് മാത്രമല്ല, ഗർഭിണി ആയി കഴിഞ്ഞാൽ ഇവരെല്ലാ വീടുകളിലും പോകും. വീടുകളിലും പോയി കഴിഞ്ഞാൽ ഗർഭിണി ആയി കഴിഞ്ഞാൽ ഈ സ്ത്രീന്റെ ഇന്നത്തെ പോലെ മാക്സിമം അല്ലല്ലോ ഇടുക. അന്ന് വയറ് പകുതിയും കാണും, പൊക്കളിന് മുകളിൽ മുഴുവൻ കാണും, വയറിങ്ങനെ പുറത്തേക്ക്. അപ്പോൾ മാണിയമ്മ പോവും. മാണിയമ്മ പോയിട്ട് ഈ ഗർഭിണിയായ പെണ്ണിന്റെ വയറിങ്ങനെ ഇങ്ങനെ വെറുതെ ഒന്ന് തടവിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഈ സ്ത്രീയോട് ചിരിച്ചുകൊണ്ട് പറയും, നിന്റെ ഭർത്താവിൻ്റെ എന്നല്ല പറയാം, നിങ്ങൾക്ക് ആ ഭാഷയിൽ അറിയുമെന്നറിയില്ല, അറിയാം, ഞാൻ ആ ഭാഷ തന്നെ പറയാം. മാണിയമ്മ പറയാ, നിന്റെ പുരുവന്റെ അതേ വീടന്നെ ഈ കുഞ്ഞിക്കും എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഈ ഗർഭിണിയുടെ വയറ്റിലുള്ള കുട്ടി ആണാന്നാണ്. മാണിയമ്മന്റെ കൈയൊന്ന് പരതിയാൽ അത് ആണാണോ പെണ്ണാണോ അറിയാം. അത് അവിടെ നിന്ന് പ്രഖ്യാപിക്കും. പിന്നെ ഒരാലോചനയും വേണ്ട, അന്ന് സ്കാനിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് നടക്കുന്ന ഒരു ദിവസം മാണിയമ്മ എൻ്റെ വീട്ടിൽ പ്രസവം എടുക്കാൻ വേണ്ടി വന്നു. എൻ്റെ കുട്ടിക്കാലത്താണ് പ്രസവം. എൻ്റെ വീട്ടിലത്തെ പ്രസവം എടുക്കുന്നതോട് കൂടി വേറൊരാൾ മാണിയമ്മനെ തേടി വന്നു. മാണിയമ്മ ഒരാളെ ഉള്ളൂ അവിടെ പ്രസവം എടുക്കാൻ വേണ്ടി. മാണിയമ്മനെ തേടി വന്നപ്പോൾ മാണിയമ്മ അപ്പോൾ പറയുകയാണ്, ഇങ്ങനെ മാണിയമ്മോട് പറഞ്ഞു, എൻ്റെ അമ്മാമ്മ പോയി പറഞ്ഞു ഒരാൾ വിളിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മാണിയമ്മ ഉടനടി അവർ മുട്ടോളത്തുനിന്ന് ഒരു മുണ്ട കൊടുക്കുക, അതിൻ്റെ കോന്തലുണ്ട്, അത് മടക്കി അവിടെ ഒരു വാഴ ഇലയിൽ പൊതിഞ്ഞൊരു പച്ച മരുന്നുണ്ട്. ആ മരുന്ന് മാണിയമ്മ എടുത്തിട്ട് ഈ വന്ന ആളുടെ കൈ കൊടുത്ത് പറയുകയാണ്, നീ ഇത് പ്രസവ വേദനയുള്ള പെണ്ണിന്റെ അമ്മക്ക് കൊടുത്തിട്ട് അമ്മീം വരെ നല്ലോണം അരച്ചിട്ട് ഓളെ മിന്നരൊക്കെ പുരട്ടാൻ പറ, അങ്ങനെ പൊക്കളിന് താഴെ ഇത് തടവി പുരട്ടാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടേ പോറുള്ളൂ, നീ പോയിക്കോന്ന് പറയും. മാണിയമ്മ എൻ്റെ വീട്ടില് പ്രസവം നടന്ന് കുട്ടീനെ കുളിപ്പിച്ച്, ആ കുട്ടീനെ കുളിപ്പിക്കുന്നതൊക്കെ ഇന്നത്തെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കുട്ടീനെ എടുത്ത് കുട്ടീന്റെ വായിലും പ്ലാസന്റയിൽ നിന്നും കുട്ടീന്റെ മൂക്കിലും വായിലും പോയ വെള്ളം, ആ വെള്ളം വായ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞ് കുട്ടിയെ തോർത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മയുടെ മുലക്കണ്ണ് കുട്ടിയുടെ വായിൽ വെച്ച് കുട്ടി കുടിക്കുന്നതിന് ശേഷം മാണിയമ്മ പോലും ഓടുന്നു. അത് പോയി അടുത്ത വീട് എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ പറമ്പിലെ മൂലക്കൊക്കെ നോക്കും, അവിടെ നിന്നൊരു പച്ചമരുന്ന് പറിക്കും. ആ മരുന്ന് പറിച്ച് അവിടെ കൊണ്ടുപോയി അത് അരച്ച് അത് വീണ്ടും അവിടുത്തെ പ്രസവിക്കാനായ സ്ത്രീയുടെ അടിവയറ്റിൽ പുരട്ടിയാൽ മാത്രമേ പിന്നെ സ്ത്രീ പ്രസവിക്കൂ. പ്രസവം നീട്ടിവെക്കാൻ കഴിയും. അതാണ് ആ നിലയിലുള്ള വിപുലമായ അറിവിൻ്റെ ഒരു സഞ്ചയമായിരുന്നു മാണിയമ്മ. ചില സ്ത്രീകൾ പ്രസവിച്ചാൽ കുട്ടി പുറത്തു വരില്ല. കുട്ടി പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന പുറത്ത് വരാതിരിക്കുമ്പോൾ മാണിയമ്മക്ക് അതിനും സൂത്രമുണ്ട്. ഏത് സ്ത്രീ നിലവിളിക്കുമ്പോഴും മാണിയമ്മ പോയിട്ട് ആ പെൺകുട്ടിയുടെ വയറിനൊന്ന് തടയാൽ മതി, പിന്നെ അവർക്ക് അറിയില്ല. വളരെ സ്നേഹത്തോടെ തടയി കഴിഞ്ഞാൽ അവരുടെ വേദന പോയി. മാണിയമ്മ എത്തിയാൽ പിന്നെ പ്രശ്നമില്ല, വേറെ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇവര് പ്രസവിക്കാൻ പിന്നെ ഒലക്കോട്ട് വരയിൽ കടന്ന് നിലവിളിക്കുന്നു, കുട്ടി പുറത്തു വരുന്നില്ല. അപ്പം മാണിയമ്മ ഈ കുട്ടിയുടെ അമ്മയോട് ചോദിക്കും, ഇവള് രാത്രി പാതിരയ്ക്ക് ശേഷം മൂത്രമൊഴിക്കാൻ പോയിനെ ഇവള് നോക്കും. അവർ എന്നാ മൂത്രമൊഴിക്കാൻ പോയിട്ട് എന്തോ പേടിച്ചിന്, ഇവിടെ പേടിച്ചിന്, അതുകൊണ്ടാണ് കുട്ടി പുറത്തു വരാതെ. എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് കുട്ടി പുറത്തു വരാതെ? കുട്ടി പ്രേതങ്ങളൊക്കെ രാത്രി പ്രേതങ്ങൾ പിശാചികളൊക്കെ ഇളകി നടക്കുമല്ലോ. അപ്പൊ മൂത്രമൊഴിക്കാൻ മുറ്റത്ത്, ഇന്നലെ കക്കൂസൊന്നും ഇല്ലല്ലോ, മുറ്റത്ത് പോയി തെങ്ങിന്റെ ചോട്ടിലൊക്കെ ഇരിക്കുക. മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു പിശാച് പോകുന്ന പോലെ തോന്നുക, പേടിക്കുകയാണ്. അപ്പോൾ ഈ വയറ്റിലുള്ള കുട്ടി എന്ത് ചെയ്യുന്നറിയോ? അന്ധവിശ്വാസമാണ്, പക്ഷെ എന്നാലും ഒരു സങ്കല്പമാണ്. വയറ്റിലെ കുട്ടി ഈ അമ്മന്റെ വാരിയിൽ അവിടെ പിടിക്കും. വാരിയിൽ പേടിച്ചിട്ട് വയറ്റിലെ കുട്ടി വാരിയിൽ പിടിച്ച്, പിന്നെ നമ്മുടെ മഹാഭാരതത്തിലൊക്കെ അങ്ങനെ കഥയുണ്ട്. പിന്നെ ബെനോട് സാറിനൊക്കെ അറിയുന്നുണ്ടാവും. ഇയാളുടെ പുതിയ ബീജം പോകുന്ന സമയത്ത് ആ ബീജത്തിനെ ചവിട്ടി പുറത്താക്കുന്നതൊക്കെ വയറ്റിലത്തെ കുട്ടി ഗർഭിണിയായത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇത് ഈ വാരിയിലങ്ങ് പിടിക്കുവാണ്. അപ്പൊ ഈ പിടിച്ച വാരിയിൽ കുട്ടി ഇളക്കൂല, വയറ്റിലത്തെ ആ ഇളക്കാതിരിക്കുക, അതുകൊണ്ട് ഇത് പുറത്തു വരാതെ. അപ്പൊ എന്ത് ചെയ്യും? അതിന് സൂത്രമുണ്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതിന് സൂത്രം ഈ പെണ്ണോട് പറയും എഴുന്നേറ്റിരിക്കുന്നു പറയും. എന്നിട്ട് 2-3 പലക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളവിടെ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തൊക്കെ ഇരിക്കാൻ പലക തെരിയാന്ന് പറയും. തെരിയാന്ന് പറഞ്ഞാൽ വാഴേൻ്റെ നാരുകൊണ്ട് ഉണ്ടാക്കുന്ന ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടാണ്. പലക എന്ന് പറയുന്നത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഇതുപോലുള്ള മരത്തോണ്ട് ഉണ്ടാക്കുന്നത്.
അതിൻ്റെ മേലെയാണ് പ്രായമുള്ള ആണുങ്ങളൊക്കെ, പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പലകയിൽ ഇരുന്നൂടെ വന്ന് ആണുങ്ങളൊക്കെ അതിലിരിക്കുക. ആ പലക ഒരു 2-3 പലക ഇങ്ങനെ അട്ടി വെക്കും. അട്ടി വെച്ചിട്ട് മുകളിൽ ഇതിന് കഴുക്കോലിനൊരു കയറ് കെട്ടും. കയറ് കെട്ടിയിട്ട് മാണി പോയി പെണ്ണോട് പറയും അതിൻ്റെ മേലെ കയറി നിൽക്കുമെന്ന് പറയും. കയറി ആ കഴുക്കോല് മുറുക്ക പിടിച്ചോന്ന് പറയും. മുറുക്ക പിടിക്കും. പിടിച്ചപ്പോൾ മാണിയമ്മ ഈ പെണ്ണിൻ്റെ വയറിങ്ങനെ തടവും. വയറ് തടവി 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 മാണിയമ്മ നല്ല മനോഹരമായി പാടും. മനോഹരമായ പാട്ട്, അത് തച്ചോളത്തിൻ്റെ പാട്ടാവാം, കടാങ്കോട്ടുമാക്കത്തിൻ്റെ പാട്ടാവാം, ഏതെങ്കിലും പാട്ടിങ്ങനെ പാടി വയറ് തടി പെണ്ണ് ഈ പാട്ടിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുമ്പം ഈ 3 പല അട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഒരു പല ഒറ്റ വലിയ വലിക്കുമ്പോൾ ഡും അങ്ങ് താഴെ വീഴല്ലോ. അപ്പോൾ കുലുങ്ങുമ്പോൾ കുട്ടി പുറത്തേക്ക് വരും. ഇതാണ്. അപ്പോൾ ഈ ഭയന്നിട്ടാണിത് കുട്ടി എല്ല് പിടിച്ചത്, ഭാര്യയിൽ പിടിച്ചത്. അപ്പോൾ ഒന്നും കൂടെ ഭയക്കുമ്പോൾ ഈ എല്ലാം ഇളക്കും. ഇതാണ് അവരുടെ സങ്കല്പം. പക്ഷേ കുട്ടി ഇളകാനൊരു സൂത്രമാണ്. പയ്യന്നൂർ 3 ആശുപത്രിയിൽ ഗോപി ഡോക്ടർ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസവവേദന വന്ന് പ്രസവിക്കുന്നില്ല. അപ്പോൾ പയ്യന്നൂർ അമ്പലത്തിന് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കുണ്ടും കുഴിയാണ്. നല്ല ഓട്ടോറിക്ഷ കയറി നീൻ്റെ ഭാര്യനെ അമ്പലത്തിന് ചുറ്റുമൊന്ന് ഓടിച്ചിട്ട് വാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ മാണിയമ്മൻ്റെ ഒരു സൂത്രമാണിത്. പക്ഷേ ഞാൻ ഇതൊക്കെ പറയും, ഇതിൻ്റെ അപ്പുറത്തൊരു ദൈന്യതയുണ്ട്. ഈ പ്രവൃത്തി പിന്നെ കുട്ടീനെ കുളിപ്പിക്കുക, 7 ദിവസം കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അമ്മനെ കുളിപ്പിക്കുക, അതിനൊക്കെയുള്ള പച്ചമരുന്ന് കൊണ്ടുവരിക. കുട്ടീൻ്റെ തന്നെ പൊക്കിൾക്കൊടി എടുത്തു കഴിഞ്ഞാൽ ആ പൊക്കിൾക്കൊടി കത്തിച്ച് ഭസ്മാക്കിയിട്ട് ഉറുക്കിൽ നിറച്ചിട്ട് കുട്ടീൻ്റെ അരയിൽ കെട്ടിക്കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതിലൊക്കെ അവർക്ക് ഓരോരോ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്ത് ഈ മാണിയമ്മ ഇതത്രയും കാര്യങ്ങൾ ചെയ്താലും മാണിയമ്മ കൊടുക്കുക തലേന്ന് വെച്ച പഴങ്കഞ്ഞി, കുറച്ച് പഴങ്കഞ്ഞിയും ഒരു നാഴി വെളിച്ചെണ്ണയും കുറച്ച് വെള്ളരിക്ക പുളിശ്ശേരി അല്ലെങ്കിൽ ഒരു വെള്ളരിക്ക മുറിച്ചിട്ട് ഒരു കഷ്ണം. ഇതാണ് അതിൻ്റെ പ്രതിഫലം. മറ്റൊരു പ്രതിഫലമില്ല. ഇന്ന് നിങ്ങൾക്കൊരു ഗൈനക്കോളജിനെ കാണണമെങ്കിൽ എത്രായിരം ഉറുപ്പ്യ വേണം നമ്മൾ ആലോചിക്കണം. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. ഈ പ്രതിഫലം കിട്ടിയാൽ മാത്രം പോരാ, മാണിയമ്മ അനുഭവിക്കുന്ന മറ്റൊരു പീഡനം ഉണ്ടല്ലോ. ആ പീഡനം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ പഴഞ്ചൊല്ല് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈറ്റെടുക്കാൻ പോയിട്ട് ഇരട്ട പറ്റുമെന്ന് പറയും, കേട്ടിട്ടില്ലേ? ഈറ്റെടുക്കാൻ പോയിട്ട് ഇരട്ട പറ്റുമെന്ന് പറയുന്നത് അതൊരു ഭീകര സംഭവമാണ്. തമ്പുരാക്കന്മാരുടെ വീട്ടിൽ തമ്പുരാന്റെ ഭാര്യയോ മകളുടെ മകളോ ഗർഭിണിയായി പ്രസവിക്കാനായാൽ 3 മാസം മുമ്പേ ഈ വയറ്റാട്ടി ആ വീട്ടിൽ പോകണം. വീട്ടിൽ ആ വീട്ടിൽ തിരിച്ചു വരാൻ പറ്റില്ല. 3 മാസം കഴിഞ്ഞ് പ്രസവിച്ചിട്ട് വരാൻ പറ്റും. ഈ പ്രസവിച്ച് അവിടുത്തെ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴേക്കും വയറ്റാട്ടി ഗർഭിണിയായിരിക്കും. അതാണ് ഈറ്റെടുക്കാൻ പോയ ഒരു ഇരട്ട പറ്റു എന്ന് പറയുന്നത്. ഈ വയറ്റാട്ടി ഗർഭിണിയായിട്ട് ഇത് ആരുടെ കുട്ടിയാണ് വയറ്റിൽ പറയാൻ കഴിയില്ല അവർക്ക്. അവരൊരു തവണ, ഞാൻ ഈ നോവലിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്, ഒരു തവണ ചോദിക്കാം. അവർ പറയും ചിലപ്പോൾ തമ്പുരാൻ വലിയ തമ്പുരാൻ്റെ ആയിരിക്കും, ചിലപ്പോൾ കുഞ്ഞി തമ്പുരാൻ്റെ ആയിരിക്കും, ചിലപ്പോൾ മരുമോൻ തമ്പുരാൻ്റെ ആയിരിക്കും. ഏതായാലും തമ്പുരാൻ്റെ കുട്ടി തന്നെ പേടിക്കേണ്ടെന്ന് പറയും. ഈ ഒരു അവസ്ഥ അനുഭവിക്കുകയാണ് അവരുടെ. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ രാത്രി കണ്ണേറുമായിട്ട് പാടുക ഈ മലയ സമുദായത്തിൻ്റെ ഒരു ചടങ്ങാണ്. ഈ കണ്ണേറുമായിട്ട് തമ്പുരാന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി അന്നത്തെ ദിവസം കണ്ണേറുമായിട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ണേറുമായിട്ട് കേൾക്കാൻ പോവാത്തവരാ അയാൾ ഭൂമിയിൽ ബാക്കി വെക്കുകയും ചെയ്യില്ല. ഞങ്ങളെ പ്രായപൂർത്തിയായ പെണ്ണിനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്നു രാത്രിയും പകലും, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ തൊട്ടാ കുളിക്കണം അല്ലേ? ചക്കരായർ ഉത്തരം കിട്ടി. അവസാനം ചോദിക്കുകയാണ്, നാങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, പിന്നെന്ത് ചോറയെ കുലം പിശകുന്നതെന്ന് 7-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ ആളുടെ പേരാണ് അലങ്കാരൻ. അതങ്ങനെ പറഞ്ഞ പിന്നെ അയാൾ എന്ത് ചെയ്തു? അവിടെ അയാൾ അടിച്ചു കൊന്നു. ബ്രാഹ്മണ മേധാവിത്വം അടിച്ചു കൊന്നിട്ട് ഇയാൾ സാധാരണ കൊലയന്മാരെ കൊന്നു കഴിഞ്ഞാൽ കുഴിച്ചു മൂടുകയാണ് ചെയ്യുക. ഇയാൾ കുഴിച്ചു മൂടിയാൽ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ഭയന്നിട്ട് ഇയാളെ മരക്കൂട്ട എടുത്ത് അതിൻ്റെ അടിയിൽ വെച്ച് കത്തിക്കുകയാണ്. ഇയാളെ കത്തിച്ചു പോവുകയാണ്. അപ്പോൾ കൊലയന്മാരൊക്കെ കൂടിയപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും സംഭവം നിലവിളിച്ചു, ഞങ്ങൾ അലങ്കാരനെ കൊന്നേന്ന് പറഞ്ഞിട്ട് ആൾ നിലവിളിച്ച് വരുമ്പോൾ പറയുകയാണ്, ഇവൻ പൊട്ടനല്ല, ഇവൻ പൊലയനല്ല. ഓനെന്തൊക്കെയോ പൊട്ടത്തരം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശങ്കര പറയുകയാണ്, ഈ ബ്രാഹ്മണ മേധാവിത്വം പറയുകയാണ്, ഇവൻ ശിവന്റെ പ്രതിരൂപമാണ്. എൻ്റെ യാത്രയിൽ ഞാൻ സർവജ്ഞാനവും കിട്ടിയ ആളാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ പൊലയ വേഷം വന്നത്. അങ്ങനെ അവരെ കത്തിക്കണ്ടല്ലോ കഥ. അതിന് മലയാളം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണന് പരാജയപ്പെടണമെങ്കിൽ പൊലയനോട് പോയിട്ട് പണ്ഡിതനോടൊന്നും പരാജയപ്പെടാൻ പറ്റില്ല. ചുരുങ്ങിയത് ശിവനെങ്കിലും വേണമെന്നാണ് പരാജയപ്പെടാൻ. ശിവനിൽ കുറഞ്ഞ ഒരാളോട് പരാജയപ്പെടാൻ പറ്റില്ല. ഈ ഒരു ബോധ്യമാണത്. അങ്ങനെ വന്ന് അത് പിന്നെ തെയ്യമായി. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും, എൻ്റെ വീട്ടിൽ കെട്ടിയാടിക്കാറുണ്ട്, എല്ലാ വർഷവും കെട്ടിയാടിക്കുമ്പോൾ മാത്രമേ ഈ മലയം പറയൂ, ഞങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോരാന്ന്. അത് കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ ഇങ്ങനെ തോന്നുകൊണ്ട് അമ്രാനെ എവിടെയാ പോകുന്നതെന്നാ ചോദിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെയും ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അത്ര ഭീകരമായിരുന്നു ഈ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ എന്നോട്
ഇത് നോവൽ വായിച്ചതിന് ശേഷം ഉഷേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജനാർദ്ദന ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ ഇത്രയൊക്കെ തീവ്രമായ അനുഭവം. ഞാൻ പറഞ്ഞു ഉഷേച്ചി ഞാൻ അതിനകത്ത് ഒരു 25% എഴുതിയിട്ടു. അപ്പോൾ ഉഷേച്ചി പെട്ടെന്ന് എന്നോട് പറഞ്ഞത്, നീ ബാക്കി 75 എന്നോട് പറഞ്ഞേക്കല്ലേ, എന്നാൽ പിന്നെ എൻ്റെ തലപൊട്ടി തെറിക്കും, നീ അതൊന്നും ബാക്കി പറഞ്ഞേക്കരുതേന്നാണ്. കാരണം ഇതൊക്കെ അനുഭവിച്ച ആളുകളുടെ ഒരു തലമുറ ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ആ സ്ഥലം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആ നിലയിലുള്ള അതിഭീകരമായ മൃഗീയമായ, അതിൽ ആ നോവൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അടൂർ സാറിനൊക്കെ അറിയുന്ന ആളായിരിക്കും. അവിടെ നമ്മൾ ആദ്യമായി മലയാളത്തിൽ ചെറുകഥ എഴുതിയ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരൊക്കെ ഉണ്ടല്ലോ, നായനാരുടെ ജ്യേഷ്ഠനുണ്ട് രത്നാകരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരവിടുത്തെ ഏറ്റവും ക്രൂരനായ ജന്മിയായിരുന്നു, ഏറ്റവും ക്രൂരനായിരുന്നു അയാളവിടെ ഞങ്ങളവിടെ ഈ ഒട്ടത്തരച്ചി മല എന്ന് പറഞ്ഞ മലയുണ്ട്, അവിടെ ആൾക്ക് പൊനംകൃഷിയുണ്ട്. പൊനംകൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുമെന്നറിയില്ല, വലിയ തോര അങ്ങനെ ഇതൊക്കെ കൃഷി ചെയ്യുന്നതാണ്. ഒരു ഘട്ടമാകുമ്പോഴേക്കും ആന വന്നിട്ട് ഈ കൃഷി മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ ആനയെ പിടിക്കാൻ വേണ്ടി അയാൾ വലിയ വാരിക്കുഴി ഒഴിച്ച് ഒരാനനെ പിടിച്ചപ്പോൾ ഇതിന് വലിയ കൊമ്പനാനയാണ്. ഇതിന് അവിടെ തന്നെ ആനപ്പതി കെട്ടി മെരുക്കി പിന്നെ ഇയാളുടെ വീട്ടിൽ ചാമണ്ടി തെയ്യം കെട്ടുന്നുണ്ട്. ചാമണ്ടി തെയ്യം കെട്ടുന്ന ദിവസം ആനയുടെ നെറ്റിപ്പട്ടം കെട്ടി അവിടെ നിർത്തണമെന്ന ആഗ്രഹത്തിൽ ഈ ആനേനെ കൊണ്ടുവരാണ്. അപ്പോൾ 2 മണിക്കൂർ നടക്കണം ഇയാളുടെ പിന്നെ വീട്ടിലേക്ക് മനയിലേക്ക്. ഇത് നടത്തി വരുന്ന സമയത്ത് ഇതിന് ആളുകളുടെ കണ്ണുകൊള്ളുമല്ലോ. കണ്ണുകൊള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? കണ്ണുകൊള്ളെന്ന് പറയുന്നത് ഒരു സാധനം കണ്ടിട്ട് ഇപ്പോൾ വലിയ ഒരു അതിശയം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കണ്ണുകൊണ്ട് അയാൾ നശിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഒരു കയ്പേൻ്റെ പാവക്കേൻ്റെ പന്തല്, അതിൻ്റെ മേലെ നിറയെ പാവക്ക, അത് നോക്കിയിട്ട് എൻ്റെ അമ്മയെ പാവക്ക എന്ന് പറയുന്നത് വെള്ളരിക്കൻ്റെ വലുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി, ആ പാവക്ക മുഴുവൻ ചീഞ്ഞു പോകും. അങ്ങനെ ഈ കണ്ണ് തട്ടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ആനേനെ കണ്ടിട്ട് ആരെങ്കിലും അതുപോലെ കണ്ണ് തട്ടുന്നവർ പറഞ്ഞാൽ പിന്നെ ആനക്ക് കുഴപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇയാൾ ഈ ആനക്ക് കണ്ണ് തട്ടാതിരിക്കാൻ കുറ്റൂര് പിന്നെ അവിടെ ഹരിജൻ കോളനി ഉണ്ട്. ഹരിജൻ കോളനിയിലെ പ്രായമുള്ള ഒരു 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ മുഴുവൻ പിന്നെ വരിയായി നിർത്തി, അവർ കുണകം മാത്രമേ കൊടുക്കൂ, എന്നാൽ വരിയായി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിൽ അവരുടെ ലിംഗം ഏറ്റവും വലുപ്പമുള്ള ലിംഗമുള്ള ആരാന്ന് കണ്ടെത്തുകയും അത് പെരുന്തം പൊല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളെ പിടിച്ച് ഈ ആനയുടെ മുമ്പിൽ അയാളുടെ കൈ 2 പറകിൽ കെട്ടിയിട്ട് അയാളുടെ കുണം മാത്രമേ അത് അഴിച്ചു കളഞ്ഞ് കൊടുത്തുപോവാ എന്ന് പറഞ്ഞ സാധനം അറിയില്ല, ചൊറിയണം എന്നൊക്കെ പറയുന്നത് കൊടുത്തുപോവാ, അത് തൊട്ട കൈ ചൊറിയും. ഇയാളുടെ ലിംഗത്തിനും ശരീരത്തിനും മുഴുവൻ ഈ കൊടുത്തുപോവാ തേച്ചിട്ട് ഇയാളെ കൈ ബാക്കിൽ കെട്ടി നടത്തി. ഇയാൾ ചൊറിയാൻ പറ്റില്ല, ഇയാൾ നിന്ന് തുള്ളുകയാണ്. ഇയാൾ നടത്തം കുറയുമ്പം തുള്ളൽ കുറയുമ്പം കാശാവിന്റെ കോലോണ്ട് ഇയാൾ അടിക്കും. അങ്ങനെ തുള്ളി ഇയാളുടെ ലിംഗത്തിന് അടിക്കുക. അടിച്ച് അവിടെ എത്തിയിട്ട് അയാൾ 3-ാമത്തെ ദിവസം പെരുന്തം കൊല്ലം മരിച്ചു. എനിക്ക് ഈ നോവൽ അത് ഉൾപ്പെടുത്താനുള്ള ആഗ്രഹത്തിൽ അയാളുടെ മകൻ ഇപ്പോൾ 96-ാമത്തെ വയസ്സ് പെരുവാമ്പ കരിക്കൽ കോറയുടെ അവിടെ ജീവിക്കുന്നുണ്ട്. ഞാൻ അയാളെ കാണാൻ പോയിട്ട് പറഞ്ഞ അച്ഛൻ്റെ ഈ കഥ മൂത്രം പോവാതെ രക്തം മൂർത്ത് മരിക്കുകയാണ് ചെയ്തത് അയാൾ. ഞാൻ ചോദിച്ചു, ഞാൻ ഇത് എഴുതിക്കോട്ടെ എന്ന്. അയാൾ എഴുന്നേറ്റ് ചോദിച്ചു, തമ്പ്രാനിങ്ങനെ അപ്പനെ കുറിച്ചിട്ട് ഓർമ്മ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ ഭൂമിയിൽ അനുഭവിച്ചതാണ്. ഇവിടെ ദക്ഷിണാഫ്രിക്കയിലോ പിന്നെ ഇവിടെ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ല, നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധമായ സ്വാതന്ത്ര്യ സമരം അടക്കം നടത്തിന് 2-ാം ബർദോളി എന്ന് പറയുന്ന ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂരിന്റെ പ്രാന്തപ്രദേശത്ത് നടന്ന കാര്യമാണ് ഇതൊക്കെ. അത്രയും കൊടും ഭീകരമായ സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ അതിൻ്റെ ഭാഷയിലല്ലാതെ പിന്നെ ഏത് ഭാഷയിലാണ് നമ്മൾ പറയേണ്ടത്? ഞാൻ അമ്മയുടെ മുല കുടിച്ചിട്ടേ ഇല്ല, പക്ഷെ ഞാൻ അമ്മിഞ്ഞപ്പാൽ ധാരാളം കുടിച്ചിട്ടുണ്ട്. ആ അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം ഞാൻ അതിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. അതല്ലാതെ അതിൻ്റെ നോവലിൻ്റെ മറ്റൊരു വശത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു ഹൃദയവികാരം ഈ കയ്യൻ്റെ തലയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ദിവസം ഇറക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് വന്ന സ്ഥിതിയിലാണ് ഇത് നോവലായി പുറത്തു വന്നിട്ടുള്ളത്. അത് നിങ്ങൾ സ്വീകരിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. എന്നെക്കാളും ഞാൻ ഈ അവാർഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് കൂടെ നടത്തിയ പ്രശംസയും ആദരവും എല്ലാം ഞാൻ എൻ്റെതായി കാണുന്നില്ല. എന്നെ ഞാനാക്കിയ, എന്നിൽ എന്തെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നന്മ എനിക്ക് തന്ന ഈ ഭൂമിയിലെ എൻ്റെ ഗുരുനാഥന്മാരുണ്ട്. ആ നന്മയുള്ള നിങ്ങളുടെ എല്ലാ ആദരവും പ്രശംസയും എല്ലാം ഈ അവാർഡുമെല്ലാം ആ ഗുരുനാഥന്മാരുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്.
എന്തെങ്കിലും ആ നോവലിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗുരുനാഥന്മാരുടെ തലയിലേക്ക് കൊണ്ടുപോകരുത്, അത് എൻ്റെത് മാത്രമാണ്, അതിൻ്റെ ശാപം എനിക്ക് മാത്രം തരിക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നേവരെ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുഹൂർത്തം ഒന്നുകൂടി നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാതെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നുകൂടി സ്വീകരിച്ച് നിർത്തുന്നു. നമസ്കാരം. സാഹിത്യ മത്സര വിജയികളായ ശ്രീ പ്രവീൺ KT, ശ്രീമതി രമ്യ വിശ്വനാഥൻ, ശ്രീ V കാർത്തികേയൻ എന്നിവരുടെ മറുവാക്കും ഹൃദ്യമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ അടൂർ സാറിനെയൊക്കെ ഒരുപാട് വേദിക്ക് പിറകിൽ നിന്ന് നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. ഇന്നലെ എനിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മീരാക്കുട്ടി സാറിൻ്റെ പേരിലുള്ള ഒരു ആശാൻ പുരസ്കാരമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവിടെയുള്ള അവർ പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷം ഈ അവാർഡ് നൽകിയിട്ടുള്ളത് അടൂർ ഗോപാൽ സാറാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു നിരാശ ഉണ്ടായിരുന്നു. അതായത് അത്രയേറെ ബഹുമാനം അറിയിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു അവാർഡ് ഏറ്റുവാങ്ങുക എന്നുള്ളൊരു കാര്യം ചിന്ത മനസ്സിലെപ്പോഴോ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ കടന്നുപോയ ചിന്തകൾ ഇന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വേദിയിൽ നിന്നുകൊണ്ട് ഇത്ര അടുത്ത് നിന്നുകൊണ്ട് അത് വാങ്ങിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. പിന്നീട് പറയാനുള്ളത് ഈ ഒരു പരിപാടിയുടെ സംഘാടകരെ കുറിച്ചാണ്. ഈ പരിപാടിയുടെ ഈ റിസൾട്ട് അറിഞ്ഞതു മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിക്കുകയും അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു സംഘാടക പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. എത്രയും ബഹുമാനപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഉണ്ടെന്ന 1% പോലും ഇപ്പോഴും എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ എത്ര വേദനയോടെ കണ്ടു തീർത്തിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതെന്ന് അറിയോ. അദ്ദേഹത്തെ ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മാടേ പോയി എന്നുള്ളൊരു വിളിയാണ്. ആ സിനിമ എത്ര വട്ടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങ് വന്ന് നിഴൽക്കുത്തിലെ കാളിയപ്പൻ വരെ അത്രയേറെ, എനിക്കത് പറയുമ്പോൾ പോലും അത്രയേറെ ഞാൻ എന്താ പറയുക, വികാരം കൊണ്ട് നിറയുകയാണ്. സാറിൻ്റെ സാന്നിധ്യം കോളേജ് പഠനകാലത്താണ് പെരുമ്പടവം സാറിനെ വായിക്കുന്നത്. സങ്കീർത്തനം പോലെ എല്ലാവരും ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനേക്കാൾ ഒരു ദിവസം എന്നെ ഇരുത്തി വായിപ്പിച്ചൊരു കൃതിയാണ് ഒറ്റച്ചിലമ്പ്. അതൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ ആരാധനയോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് പെരുമ്പടവം സാർ. ഉഷ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ആരാധ്യം പറയും എന്നുള്ള കവിത പറയുമെങ്കിലും എനിക്ക് ഷാഹിദ്നാമയാണ്. അപ്പോൾ ഉഷ ടീച്ചർ ഈ സദസ്സിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ ഓഫീസിൽ പോലും അത്രയേറെ സന്തോഷത്തോടെ പറഞ്ഞു. കാരണം സ്ത്രീകൾ ആരെഴുതിയാലും എനിക്ക് അതെല്ലാം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ടീച്ചറെയൊക്കെ ഞാൻ അത്രമേൽ ആരാധിക്കുന്നു. ടീച്ചർ ഇരിക്കുന്ന സദസ്സ് ഇവിടെ ഞാൻ എന്ത് പ്രസംഗിച്ചാലും അത് അധിക പ്രസംഗമായി പോകും. അതുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. സത്യൻ സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിലെ ചില സമയങ്ങൾ, ചില മുഹൂർത്തങ്ങൾ നമുക്ക് അനിർവചനീയമായ ആനന്ദം തന്നെയാണ്. അങ്ങനെ ആനന്ദത്തിൻ്റെ ഒരു പരകോടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെനിക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക വയ്യ. അത്രയേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയേറെ സന്തോഷം. ഈ സമ്മാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എന്നെ വിളിക്കുന്ന ശ്രീകുമാർ സാറാണ്. അത്രയേറെ വാത്സല്യമാണ് സാറിൻ്റെ സംസാരത്തിൽ നമുക്ക് ആദ്യം തോന്നിയത്. അവിടെ മുതൽ ഇന്നലെ വിളിച്ച് ശോഭ മാഡം ഓരോ നിമിഷവും വിളിച്ചിങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരുന്നു. എത്തിയോ, എന്തായി, എവിടെ എത്തി, എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തു തരണോ. അത്ര സ്നേഹത്തോടെയാണ് ഇതിൻ്റെ സംഘാടകരെല്ലാവരും ഓരോ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ളത്. ജീവിതത്തിലെ സങ്കീർണ ഘട്ടങ്ങളിലും ജീവിതം വഴിമുട്ടി കണ്ണുകളിൽ എട്ട് കയറി വിതുമ്പി നിൽക്കുന്ന സന്ദർഭങ്ങളിലും മനസ്സാന്നിധ്യം വിട്ടുപോകാതെ എന്നെ പിടിച്ചു നിർത്തിയത് വായനയും സിനിമയുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ലഭിച്ച അമൂല്യമായ ഈ പുരസ്കാരം നിറഞ്ഞ സന്തോഷത്തോടെയും വലിയ അഭിമാനത്തോടെയുമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ ഓർക്കുവാൻ വേണ്ടി വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ യന്ത്രം എന്ന നോവൽ യക്ഷി നോവലിനെ പോലെ ഒരാവർത്തി കൂടി വായിച്ചപ്പോൾ കിട്ടിയ സന്ദേശം കൂടി പറയട്ടെ.
പ്രശസ്തന്മാരുടെ പഴയകാല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അത്ഭുതവും സന്തോഷവും വേറിട്ടൊരു സൗന്ദര്യമാണ്. ഈ കാലഘട്ടത്തിലേത് ആധുനിക സൗന്ദര്യവും. ഈ അസുലഭ സന്ദർഭത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ആരാധ്യരായ മുഴുവൻ പേരെയും നമിച്ചുകൊണ്ട് എനിക്കിങ്ങനെയൊരു സന്ദർഭത്തിലൂടെ എത്താൻ അവസരം നൽകിയ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ എല്ലാ മാന്യപ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ നൌഷദ് എമാലിയുടെ കൃതജ്ഞതയോടെ മൂന്നാമത് മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിന് സമാപനമായി. വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പരിപാടിയിൽ ഈ മഴയുടെ ആരവങ്ങൾക്കിടയിൽ സാഹിത്യത്തിൻ്റെ ആരവത്തെ കാതോർക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഹൃദയം കൊണ്ട് ചേർക്കുകയാണ് ഓരോരുത്തരെയും. നമ്മുടെ പെരുമ്പടവ സാറും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനം പോലെ ഇപ്പോഴും പെരുമഴക്കാലത്ത് ഒരു പെരുമഴ പോലെ ഇപ്പോഴും ജനങ്ങളിടയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നന്ദിപൂർവം ഈ വേദിയിലേക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ മലയാളം ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഉഷ ചേച്ചി ഞാൻ ആദരവോടുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രകൃതിയുടെ എഴുത്തുകാരൻ എൻ്റെ പ്രിയ സുഹൃത്ത് സി റഹീമിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ നമ്മുടെ എഴുത്തുകാരൻ, നമുക്കറിയാം, എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ ഏറ്റവും അർഹനായ ഒരാൾക്ക് ഈ അവാർഡ് ഈ ബുക്ക് കൊടുത്തു എന്ന് ആലോചിക്കുമ്പോൾ മീൻസ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചപ്പോൾ, അത് കേട്ടപ്പോൾ, കാതോർത്തപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകിയതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. നന്ദി, കൃതജ്ഞത. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ച സുബിഷ പുളിൻകൊമ്പത്ത് അവരിവിടെ എത്തിയിട്ടില്ല. പ്രവീൺ KT എത്തിയിട്ടുണ്ട്. നിത്യപ്രിയ അവരുടെ സിസ്റ്റർ സഹോദരി വന്നിട്ടുണ്ട്. രമ്യ കൃഷ്ണനാഥൻ, കാർത്തികേയൻ, ഇവർക്കെല്ലാവർക്കും, കാർത്തികൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഈ പരിപാടി നടത്തുവാൻ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ശ്രീകുമാർ സാറ്, നമ്മുടെ ശോഭ ചേച്ചി, ജോൺ തോമസ് സാറ്, ഒപ്പം ഈ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സാധാ അംഗങ്ങൾ, ഈ കഴിഞ്ഞ ദിവസവും കടന്നു വന്ന അംഗങ്ങൾ, പിന്നെ ഈ മഞ്ജു, നമ്മുടെ അവതാരക, സിനിമാ രംഗത്തും സീരിയൽ രംഗത്തൊക്കെ വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ജുവിനും, പിന്നെ ഈശ്വര പ്രാർത്ഥന പാടിയ ഇഷാരയ്ക്കും, പിന്നെ ഈ പൂവുകൾ നൽകിയ കുട്ടികൾക്കും, എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴയുടെ ഇടയിൽ ഇവിടെ വന്നു ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.